ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ കുറേ ആയില്ലേ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് കണ്ണൂർക്കാരുടെ ഒരു അപ്പം കേട്ടോ. സ്പെഷ്യലായിട്ട് അവർ ഈദിനൊക്കെ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ പറഞ്ഞ് ലേറ്റാക്കാണ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിന് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് പൊരിയാണ്. ഞാനിവിടെ 1/2 കിലോ പൊരി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ക്രിസ്പിയായി കിട്ടാൻ വേണ്ടി ഒരു പാനിലേക്ക് ഇട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. ഈ രീതിക്ക് ഞാനിപ്പോൾ ഇവിടെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് 1 കപ്പ് പീനട്ടാണ്. ഞാനിവിടെ വറുക്കാത്ത പീനട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി വറുത്തത് വേണമെങ്കിൽ അതും യൂസ് ആക്കാം കേട്ടോ. ഇനി ഇതിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഏതാണോ അത് വേണമെങ്കിൽ യൂസ് ആക്കാം കേട്ടോ. ഇതിപ്പോൾ ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽക്കൊരു 1/4 കപ്പോളം എള്ള് എടുത്തിട്ടുണ്ട്. എള്ള് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ചേർക്കാം കേട്ടോ. അതും നമുക്കൊന്ന് നന്നായി വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു കപ്പ് അരി കൂടെ എടുത്തിട്ടുണ്ട്. പച്ചരി അല്ലാത്ത ഏത് ടൈപ്പ് ഓഫ് അരി വേണമെങ്കിലും നമുക്ക് യൂസ് ആക്കാം കേട്ടോ. അരിയും നമുക്ക് ഈ ഒരു കളർ വരെ വറുത്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 ഐറ്റംസ് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കടലയുടെ സ്കിന്നൊന്ന് കളഞ്ഞു കൊടുക്കാം കേട്ടോ. ഫുള്ളായിട്ടൊന്നും കളയണ്ട, ചെറുതായിട്ട് കളഞ്ഞാൽ മാത്രം മതി. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ആദ്യം ഞാനിവിടെ പൊരി ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു രീതിക്ക് വേണം പൊടിച്ചെടുക്കാൻ. നന്നായി ഫൈൻ പൗഡർ ആക്കൊന്നും വേണ്ട. ഇത് കഴിക്കുമ്പോൾ നല്ല ക്രിസ്പായിട്ടിരിക്കാൻ വേണ്ടി തരിയോട് കൂടിയിട്ട് തന്നെ പൊടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. കടലയും ഇവിടെ ഒന്ന് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരി കൂടെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അരി ഇപ്പോൾ ഇവിടെ ഈ രീതിക്കൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കിലോ ശർക്കര എടുക്കാം. അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് മെൽറ്റാക്കി എടുക്കാം. 1/2 കിലോ പൊരിക്ക് 1 കിലോ ശർക്കര എന്നുള്ള കണക്കാണ് എടുക്കേണ്ടത്. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം. ശർക്കര ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഒരു വലിയ തേങ്ങ മുഴുവനായി ചിരകിയത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലെ തേങ്ങയും ശർക്കരയും നന്നായി ഒന്ന് യോജിച്ച് വരണം. അതുവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഏലക്കപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ച് എള്ള് കൂടെ ചേർത്ത് കൊടുക്കാം. എള്ള് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ച ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഈ രീതിക്ക് ഇവിടെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം മാത്രം ചെറിയ ചെറിയ ബോൾസാക്കി മാറ്റി വെക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇതെല്ലാം ഒന്ന് ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ബാറ്റർ കൂടെ ആവശ്യമുണ്ട്. അതിനായി 2 കപ്പ് അരി തലേന്ന് തന്നെ വെള്ളത്തിലിട്ട് വെച്ചതാണിത്. ഇനി ഇതൊന്ന് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. നല്ല ലൂസും അല്ല നല്ല ടൈറ്റും അല്ലാത്തൊരു കൺസിസ്റ്റൻസിയിൽ വേണം കിട്ടാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ ഇത്രയേ ഉള്ളൂ. ഇനി ഓയിൽ ചൂടാക്കുക, ഓരോ ബോൾസും ബാറ്ററിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കുക. അപ്പോൾ ഞാനിതിവിടെ എല്ലാം ഒന്ന് പൊരിച്ചെടുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. പുറത്ത് ക്രിസ്പി ആയിട്ടും ഉള്ളിൽ ഭയങ്കര ജ്യൂസി ആയിട്ടുള്ളൊരു ടെക്സ്ചറാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു അഗൈൻ ഇൻ അനദർ വീഡിയോ.